ഒരു യൂറോപ്യൻ ക്ലോസിറ്റ് വെക്കുന്നതിൻ്റെ അത്ര പോലും സ്ഥലമില്ല. പിന്നെ ഞങ്ങൾ അതിനകത്ത് എങ്ങനെ സാധനം പറക്കി വെക്കുന്നു? ഇത്രേ നമുക്ക് പറയാനുള്ളൂ. നമ്മളെ ദ്രോഹിക്കാതിരിക്കെങ്കിലും ഇരിക്കേ. ഞങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നാൽ ഒരു 25% കച്ചവടം ഇല്ല. അതിൻ്റെ കൂടെ ഇത് ഞങ്ങളെല്ലാം പിന്നെ ആത്മഹത്യ ചെയ്യാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾക്ക് പാനൊക്കത്തില്ല. പുതിയ മാർക്കറ്റ് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ കച്ചവടക്കാരെ വഞ്ചിച്ചുകൊണ്ട് ഒരു പരിപാടിയും ചെയ്തെന്ന നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം. എന്താ കാര്യം എന്നറിയാം, കന്യാകുമാരി മുതൽ കാസർഗോഡിലുള്ള എല്ലാ മാർക്കറ്റുകളും പൊളിച്ചിട്ടേക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഉദാഹരണത്തിനാണെങ്കിൽ 2-3 മാർക്കറ്റ് പറഞ്ഞുതരാം. ഒന്ന് പുനലൂർ, പത്തനാപുരം, പുത്തൂർ, അങ്ങനെ പല മാർക്കറ്റുകൾ. ഞങ്ങൾ ഭയങ്കര ടയേർഡാണ്. എന്താ കാര്യം എന്നറിയാവും, ഞങ്ങളിവിടെ ഒന്ന് തീ പിടിച്ച് നശിച്ചതിന് ശേഷം കോവിഡ് വന്നതിന് ശേഷം ഒന്ന് പിടിച്ചിരിക്കുന്നത്. എല്ലാവരും ലോണും എല്ലാവരും ഹെൽത്തി ആയിട്ട് അത്ര സ്ട്രോങ് അല്ലാത്ത ആളാണ്. വേറൊരു പണിക്കും പോകാൻ പറ്റാത്ത ആൾക്കാരാണ്. ഏതാ കച്ചവടം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അപ്പം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് നമുക്ക് പറയാനുള്ളത്, നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങിക്കോട്ടെ. എത്ര ലോഡ് സാധനം വേണമെങ്കിലും ആ ബാഗിൽ ഇറക്കാനും അവിടെ പണിയാനുള്ള സജ്ജീകരണമുണ്ട്. ഇവർ പിന്നെ പറയുന്ന സ്ഥലത്ത് ആർക്കും ഇരിക്കാനുള്ളൊരു സജ്ജീകരണമോ കാര്യങ്ങളോ ഇല്ലാത്ത സ്ഥലമാണ്. നമ്മളെ നശിപ്പിച്ച് കളയല്ലേ പറയാനുള്ളൂ. ആത്മഹത്യ അല്ലാതെ വേറെ മറ്റു മാർഗമൊന്നും നമ്മുടെ മുന്നിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുഞ്ഞു പിള്ളേരാ. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ബാധ്യതകളും ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇതാ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഏത് അധികാരിയാണെങ്കിലും പിന്നെ ആരെയും നശിപ്പിച്ച് കളയാതിരിക്കാൻ നോക്കുക. നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അവർ ഒഴിപ്പിച്ചിട്ടേ പണിയുമെന്ന് പറഞ്ഞ് പണ്ട് കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്തതാണ്. അന്ന് നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയമാണ്. അസുഖങ്ങളൊന്നും ഇല്ല നമുക്ക്. എന്നാലും ആരോഗ്യമുള്ള സമയം എവിടെയെങ്കിലും പോയി നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഏത് നിയമത്തിൻ്റെ അങ്ങേ അറ്റം വരെ വേണമെങ്കിലും നമ്മൾ പോകും. നമ്മളെ പിന്നെ രാഷ്ട്രീയമായിട്ട് ഒഴിപ്പിക്കാൻ മതി. ഏത് നിയമത്തിന് അങ്ങനെ കാര്യം വേറെ ഗതിയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആരുടെ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പം ഫണ്ടോ കാര്യങ്ങളൊന്നും അനുവദിച്ചിട്ടില്ലെന്നാണ് ഇവിടുത്തെ വാർഡ് മെമ്പറും കാര്യങ്ങളും എല്ലാം പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രേ നമുക്ക് പറയാനുള്ളൂ. നമ്മളെ ദ്രോഹിക്കാതിരിക്കെങ്കിലും ഇരിക്കേ, അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ പണിയുന്ന ഒരു സൈഡിൽ നിന്ന് പണിഞ്ഞോ, നമ്മൾ എന്തോ ഇതിനും തയ്യാറാണ്. പക്ഷേ ആ സ്ഥലത്താണെങ്കിൽ 1 മീറ്റർ സ്ഥലം വെച്ച് കൊടുത്താൽ അവിടെ പോയി ഇരിക്കാനുള്ള സജ്ജീകരണം ഇല്ല. ഒരാൾക്ക് ഇരിക്കാനുള്ള, ഒരാളൊരു കസേരയിട്ട് ഇരിക്കാനുള്ള സ്ഥലമേ അവിടെ ഉള്ളൂ യഥാർത്ഥത്തിൽ. പിന്നെ ഈ തുണി സാധനങ്ങളും പാത്ര സാധനങ്ങളാണെങ്കിലും ഇന്ന് കുറേ കടകൾ തുറന്നിട്ടില്ല, ഞായറാഴ്ച ആയതുകൊണ്ട്. തുണി സാധനങ്ങളും പാത്ര സാധനങ്ങളും ഒന്ന് ശീതാനടിച്ചാൽ അപ്പോഴേ നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. പിറ്റേന്ന് അത് ഉപയോഗിക്കാൻ പോലും കൊള്ളത്തില്ല, എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ. കോവിഡ് സമയത്ത് നമ്മൾ മൊത്തം സാധനം എടുത്ത് കളഞ്ഞതാണ്. നമ്മൾ പുറത്ത് പോലും ഇറക്കിയില്ല. പുറത്ത് പോലും ഇറക്കിയില്ല. അതിന് മുന്നേ ഞങ്ങൾക്ക് തീ പിടിച്ച് ഞങ്ങളുടെ സാധനം മൊത്തം പോയതാണ്. എൻ്റെ കടയും ഹാഷിമിൻ്റെ കടയല്ല. എൻ്റെ പേര് ഹാഷിമ്. ഞാൻ വർഷങ്ങൾ കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നത്, പാത്ര കച്ചവടം ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ വേറെ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഇതുകൊണ്ടേ ജീവിക്കാൻ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പോയി നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. യാതൊരു കാരണവശാലും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. മൊത്തം ചുവന്ന് ഒലിക്കുന്നതാണ്. മീനിൻ്റെ വേസ്റ്റ് വെള്ളം മൊത്തം ഒലിച്ചിറങ്ങുക. ഇപ്പോൾ ഇറച്ചിക്കട നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവിടെ നിലവിലെ ഇറച്ചിക്കട നടന്നുകൊണ്ടിരിക്കുക. ആ ഇറച്ചിക്കടയിലെ വേസ്റ്റും വെള്ളവും എല്ലാം ആ ഷെഡിൽ കൂടെ ഒലിച്ചു പോകുന്നു. ഇപ്പോഴേ ഒലിച്ചു പോവുക. അവിടെ യാതൊരു കാരണവശാലും ഇവിടെ കച്ചവടക്കാർ ഇരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ദുർഗന്ധവും വാടകയും അവിടെ. അതുപോലെ തന്നെ നമുക്ക് ഈ സാധനങ്ങളൊന്നും അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റത്തില്ല. അടച്ചുറപ്പില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഞങ്ങളുടെ സാധനങ്ങൾക്കായാലും ഞങ്ങളുടെ ജീവനായാലും ഒരു ഗ്യാരണ്ടിയും അവിടെ ഇല്ല. നല്ലൊരു കാറ്റ് വീണാൽ പോലും ആ ഷീറ്റ് ഇളവി നമ്മുടെ തലയിൽ വീഴും. ഇവിടെ നിലവിൽ ഇതിൻ്റെ അകത്ത് പണിയില്ല എന്നാണ് ഞങ്ങളുടെ അറിവ്. ഇത് മുനിസിപ്പാലിറ്റി ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. 1-2 ചില വ്യക്തികളുടെ താല്പര്യപ്രകാരമാണ് നമ്മളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കൊടുക്കുന്നത്. പുതിയ മാർക്കറ്റിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഈ ഇരിക്കുന്ന സംവിധാനത്തിൽ ഇതിൻ്റെ 4 സംവിധാനം പുതിയ ഇടത്തില്ല. ഇപ്പം താൽക്കാലികമായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലം വെച്ചാൽ 1/2 മീറ്റർ സ്ഥലം 1/4 മീറ്റർ സ്ഥലം ഒഴിച്ച് ഓപ്പണായിട്ടിരിക്കുക. അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിനകത്തിരിക്കുന്ന ഓരോ കച്ചവടക്കാരും ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതക്കാരാണ്.
നേരത്തെ ഉള്ളതിൽ 4-1 കച്ചവടം ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇവർക്ക് വ്യക്തമായ പ്ലാനും കാര്യം ഇല്ലാതെ നമ്മളെ പെട്ടെന്നൊന്ന് ഒഴിപ്പിച്ച് വഴിയാതരാക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാം ആത്മഹത്യ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ വേണ്ട, ഞങ്ങൾക്ക് വേതന സംവിധാനമാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ വികസനത്തിനെതിരല്ല, ഞങ്ങളുടെ ഉപജീവനം മുട്ടരുത്. പുതിയ സംവിധാനം നിങ്ങൾ വേണമെങ്കിൽ ആ മേളിൽ നമ്മുടെ വ്യക്തിയുടെ പുരയിടത്തിൽ ഇത് ഒരു ഷെഡ് അടിച്ചിട്ടിട്ടുണ്ട്. 1/2 മീറ്റർ 3/4 മീറ്റർ 1/4 മീറ്റർ സ്ഥലം അളന്നിട്ടിട്ടുണ്ട്. 2 ബോക്സ് വെക്കാൻ പറ്റത്തില്ല. ഈ സാധനം രാത്രി വെച്ചിട്ട് പിറ്റേന്ന് കാണത്തില്ല. പിന്നെ കള്ളന്മാരുടെ ശല്യം, പട്ടി പൂച്ച സർവ്വ ശല്യം ഇതിനകത്തുണ്ട്. എന്താണെന്ന് വെച്ചാൽ അധികാരികൾ ഞങ്ങളെ ജീവിതമാർഗ്ഗം മുടങ്ങിക്കൊണ്ടുള്ള കാര്യങ്ങൾ നിൽക്കരുത്. വികസനത്തിന് ഞങ്ങളെതിരല്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരുമോ. ഇവിടുന്ന് പോകാൻ ഒക്കത്തില്ലെന്ന് വെച്ചാൽ 600 രൂപ 500 രൂപ വിൽക്കുന്ന കമ്പോളത്തിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എണ്ണിട്ട് പോകണം. ഇവിടുന്ന് പറക്കി കെട്ടി അവിടെ പോകണേ തന്നെ രൂപ 10,000 20,000 രൂപ ഇല്ലാതെ ഇത് ഇളക്കി പറക്കി കളയാനൊക്കത്തില്ല. ദിവസം 1000 രൂപ ലോണിൻ്റെ ബ്ലേഡ് അടയ്ക്കണം, ലോണുകളുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള സൗകര്യം ഇല്ല. അതുമല്ല, ഈ 1.5 മീറ്റർ സ്ഥലത്തിനകത്ത് ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ 1.5 മീറ്റർ സ്ഥലത്തിനകത്ത് എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് ഇന്ന് തിരിയാനുള്ള സ്ഥലം പോലും അതിനകത്തില്ല. ഞങ്ങൾക്ക് സേഫ്റ്റി ഇല്ല. അവിടെ സേഫ്റ്റി ഇല്ല. ഈ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ച് അടച്ചിട്ട് പോകാനോ ദിവസം ഓട്ടോക്കൂലി കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനോ ഇതൊന്നും ഒക്കത്തില്ല. സേഫ്റ്റി ഇല്ല ഇവിടെ. ഒരു കാറ്റടിച്ചാൽ അത് മൊത്തം പറന്നു പോകും. ഇപ്പം അവർ വീണ്ടും ഇപ്പം പുതുക്കി പണിഞ്ഞാണ്. ഇപ്പം ഇന്നലെ മെനഞ്ഞാണ് പുതുക്കി പണിഞ്ഞ് വെച്ചിരിക്കും. ഈ കാറ്റടിച്ചാലുള്ള എല്ലാം കാറ്റടിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ അവിടെ എങ്ങനെ ഇരിക്കുമെന്ന് പോലും അറിയത്തില്ല. പായലെല്ലാം പിടിച്ച് കിടക്കുക, വെള്ളമെല്ലാം കയറി കിടക്കുക. ഇതിനകത്ത് നിന്നൊന്നും ഞങ്ങൾ പോകാനൊക്കത്തില്ല. വെച്ചാൽ ഇതൊന്നും സേഫ്റ്റി ആയിട്ട് അവിടെ കൊണ്ട് വയ്ക്കാനൊക്കത്തില്ല. ഈ കച്ചവടം ഇല്ലാത്ത കമ്പോളത്തിൽ ഞങ്ങൾ എത്ര രൂപ ചിലവാക്കി ഇതെല്ലാം പൊളിച്ച് പറക്കണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പോകാനൊക്കത്തില്ല. ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല അവിടെ പോയിരിക്കാൻ. അല്ലെ അതുപോലുള്ള സേഫ്റ്റികൾ വേണം. സേഫ്റ്റികളില്ല അവിടെ. ഞങ്ങൾ കണ്ടമാനം കടവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, ലോണും ബ്ലേഡുകളും ഒക്കെ ഉള്ളവരാണ്. ഇവിടുന്ന് പോയി അവിടെ ഒരു 1.5 മീറ്റർ 2 മീറ്റർ സ്ഥലത്തിനകത്ത് ഒരു സാധനവും വെക്കാനൊക്കത്തില്ല. ഞങ്ങൾ ഇരുന്നാൽ തന്നെ ഒരു കസേരയിട്ട് ഞങ്ങൾക്കൊരു കാല് കഴപ്പ് മാറ്റാനായിട്ട് 10 മിനിറ്റ് അവിടെ ഇരിക്കാനൊക്കത്തില്ല. എന്തെങ്കിലും ഒന്ന് കുനിഞ്ഞു നൂരുമ്പോഴത്തേക്ക് അടുത്ത ആളിൻ്റെ ദേഹത്താണ് മുട്ടുന്നത്. അങ്ങനെ അടുത്തടുത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെയല്ല സ്ഥല സൗകര്യമില്ല. ഞങ്ങളുടെ ഈ എന്തെങ്കിലും ഉള്ള സാധനങ്ങൾക്ക് സേഫ്റ്റി വേണ്ടായോ? അതില്ല. അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ആകപ്പാടെ കച്ചവടമൊന്നും നടക്കുന്നില്ല. അതിൻ്റെ കൂടെ ഇതുകൂടെ നുള്ളിപ്പറക്കി അവിടെ കൊണ്ടുപോയാലോ? ഇത് ഓരോരുത്തരുടെ നിർബന്ധങ്ങളും പലരുടെ കൈകൾ ഇതിലുണ്ട്. അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭീഷണിപ്പെടുത്തിയാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ ആ ലെറ്റർ തന്നിരിക്കുന്ന പേപ്പർ വന്നിരിക്കുന്ന ഒരു ഭീഷണിയുടെ ഒരു രൂപത്തിലാണ്. അത് സാധ്യമല്ല. ഞങ്ങളിവിടെ കൊണ്ട് വർഷങ്ങളായിട്ടിരുന്ന് ജീവിക്കുന്നവരാണ്. കൊട്ടാരക്കര മാർക്കറ്റിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ പോറ്റി പോകുന്നവരാണ്. ഓട്ടോ കൂലി തന്നെ ഞങ്ങൾക്ക് 10-80 രൂപ വേണം ഒരാളിന് അങ്ങോട്ട് ദിവസവും. സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അന്നന്ന് കഴിയുന്നവരാണ്. കുടുംബവും കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് കഴിയുന്നു. ഞങ്ങൾക്ക് മരുന്നിനായാലും ഏതിനായാലും മരുന്നിനൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ, വേറെ ഒന്നുമില്ല, വരുമാനമൊന്നുമില്ല, മറ്റു വരുമാനങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഉള്ള സാധനം ഞങ്ങൾക്ക് ഉറപ്പായിട്ട് വെച്ചിട്ട് പാനും ഒക്കത്തില്ല. ഞങ്ങൾ എവിടെ കൊണ്ട് വെക്കും? ഞങ്ങൾ അന്നന്ന് പോയി അന്നന്ന് വാരിക്കെട്ടിക്കൊണ്ട് പാനൊക്കത്തില്ല. ഷീറ്റാണെങ്കിൽ മേൽക്കൂരയാണെങ്കിൽ വെറും തകര ഷീറ്റാണ്. ഒരു ഉറപ്പില്ലാത്ത രീതിയിലത് തന്നെയല്ല അവിടെ ഈ 10-60 കച്ചവടക്കാർക്ക് ഇരിക്കാനൊക്കത്തില്ല. അതാണ്ട് ഈ കിടക്കുന്ന സാധനങ്ങൾ ഇത് നമ്മുടേതായ സാധനങ്ങൾ എല്ലാവർക്കും, ഒരു ജൗളിക്കാർക്കോ ഇപ്പോൾ പാത്രക്കടക്കാർക്കോ ഒന്നും പറ്റത്തില്ല ഇരിക്കാൻ. നമ്മൾ എത്ര എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന അവർ പലപ്പോഴും പറഞ്ഞു മാറി കൊടുക്കണം. ഇത് എന്തോ ഇതിനകത്തുണ്ട് കളികൾ. അതാണ് അതിൻ്റെ പുറയിലെ സത്യവത. എവിടെ വെക്കാനൊക്കത്തില്ല. ഒരു പെട്ടി വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 വീഞ്ഞപ്പെട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്റ്റൂളിലിട്ടിരിക്കാൻ ഒക്കത്തില്ല. ഞങ്ങളെന്താ ചെയ്യേണ്ടേ? ഞങ്ങൾക്ക് മാറാനൊക്കത്തില്ല. അവർ പറയുന്നത് അവർ പിന്നെ അതിനോടുള്ള രീതിയിൽ ഇവിടെ വന്നവർ മാറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ പണിയുമില്ല. ഈ സ്റ്റാള് പണിയില്ല. ഇവർക്ക് ഫിഷ് സ്റ്റാളാണ് പണിയുന്നത്. അപ്പോൾ അത് പണിയുന്നതിന് ഞങ്ങളെയൊക്കെ ഇവിടെ നിന്ന് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ആ പണി ചെയ്യണമെങ്കിൽ മേൽഭാഗത്ത് ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട്. ആ പണി സാധനങ്ങളൊക്കെ ആ സൈറ്റിലിടാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ഈ ഇട്ടാവട്ടത്ത് ഞങ്ങളെ ഇരുത്താതെ ഇതിന് മേളിൽ ഞങ്ങൾക്ക് സൗകര്യം തരട്ടെ. അങ്ങനെ വേണേൽ ഞങ്ങൾ ഇവിടുന്ന് മാറാം. മേളിലോട്ട് കയറിയിരുന്ന് ഞങ്ങൾക്ക് അതിൻ്റെ സൗകര്യത്തിന് 4 എന്തെങ്കിലുമൊക്കെ വെച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാം. അതും ചെയ്യത്തില്ല. അതിൽ പോയിരുന്ന് ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യ. അവിടെ കിടന്ന് പിടികൂടാനും നിന്ന് തിരിയാൻ നമ്മളിങ്ങനെ എഴിച്ച് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളിൻ്റെ മോന്തയിലാണ് നമ്മുടെ
നമ്മളെ പുറം കൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ പറയുന്നത്. ഇവിടെ ഇരുന്നാൽ ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ സാധനങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങാം, ആ സേഫ്റ്റി ഇവിടെ ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും ഒരു കാരണവശാലും ഉള്ള സൗകര്യമില്ല. അവിടെ പോയി ഒന്ന് നോക്കി അത് കണ്ടാൽ മതി, അത്രയും ഭാഗം കേട്ടോ. ഇതേ ഉള്ളൂ നമുക്ക് പറയാൻ. പക്ഷേ അവർക്കിതിപ്പോൾ ഇവിടെ പണിയില്ലാത്ത ഈ സ്റ്റാൾ അവർക്ക് പണിയണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഇതിനകത്തൊന്നും ഞങ്ങളെ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പണിയേ ഇല്ല ഇവിടെ. ഇവിടുത്തെ വികസനം വേണം, നമ്മൾ വികസനം വേണ്ടെന്ന് പറയുന്നത് നമ്മൾ വികസനമാണ് അത്യാവശ്യം. നല്ലൊരു സ്ഥലം പരസ്പരം കൂട്ടിയിടിക്കാത്ത രീതിയിൽ ഇന്ന് ജീവിക്കുന്ന ആൾക്കാർ പരസ്പരം കൂട്ടിയിടിക്കാത്ത രീതിയിൽ അരമീറ്റർ സ്ഥലത്തിൽ ജീവിക്കാൻ പറ്റില്ല. വലിയൊരു നമ്മളൊരു 95 സെന്റുള്ള സ്ഥലത്താണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു 24 സെന്റാണ്. 24 സെന്റിൽ ഓണർക്ക് അവരുടെ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ടുള്ള സ്ഥലം ബാക്കിയുള്ള സ്ഥലത്താണ് ഇവർ ഇതുപോലെ മാർക്കറ്റിൻ്റെ ഇതാണെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പന്തലെന്ന് വെച്ചാൽ വെറും ആകർഷിച്ചിട്ടുള്ള പന്തലായിട്ട് ഈ ബിൽഡിംഗ് പണിതിട്ട് 14 വർഷം 15 വർഷത്തിനുള്ളിലേ ഉള്ളൂ. 16 വർഷമായുള്ളൂ ഈ ബിൽഡിംഗ് പണിത്. തന്നെയല്ല, പിന്നെ ആ കോംപ്ലക്സ് പൊളിച്ചിട്ടിരിക്കുന്നു. 8 മാസം കൊണ്ട് അതിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവർക്ക് ബിൽഡിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കോംപ്ലക്സ് പൊളിച്ച് 8 വർഷം കഴിഞ്ഞു. അതുപോലെ അവരിത് പൊളിച്ചിട്ടിട്ട് പോകാൻ ഞങ്ങളെയൊക്കെ പരിപാടിയിലാക്കി. അവിടെ ഇപ്പം കുറ്റിക്കാടും ആവാസ കേന്ദ്രമായിട്ട് മാറി. അത് എത്രയോ പേര് 2 ലക്ഷം രൂപ ഇവർക്ക് അഡ്വാൻസ് കൊടുത്തിട്ടാണ് അത് കച്ചവടം തുടങ്ങിയത്. മാസ വാടക വേറെ. അതാ പൊളിച്ചവരിട്ടിട്ട് ഇപ്പോൾ പാർട്ടിക്കാരുടെ എല്ലാ പാർട്ടികളും ഇപ്പോൾ അതിനകത്ത് പ്രയോജനപ്പെടുത്തുക. അതെല്ലാം ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുവാന്നല്ലോ സ്ഥലമൊക്കെ. അതുപോലെ ഞങ്ങൾ ഈ കൂടെ ചേർന്ന് 2-3 തവണ തീ കത്തി. ഇവരെ കൊണ്ടൊന്നും ഒരു ഉപകാരം മുനിസിപ്പാലിറ്റിക്കാർ എങ്ങോട്ട് കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. ഇത്രയും സ്ഥലമൊന്നും ഞങ്ങൾക്ക് അവിടെ ഇല്ല. ഒരു 8 മത്തി കെട്ടിയിട്ട് വയ്ക്കാനോ ഒരാൾക്കൊന്നും നിന്ന് തിരിയാനുള്ള സ്ഥലം പോലും ഇല്ല. ഞങ്ങളുടെ ബാക്കിലോട്ട് അടുത്തൊരാളുടെ കടയും കൂടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അന്നേരം ഞങ്ങൾ എങ്ങനെ അവിടെ ഇരിക്കും? നമുക്ക് ഇത്തിരി മീൻ ഇവിടെ തന്നെ 2-3 കടയ്ക്ക് 1 ലക്ഷം രൂപ മേളിൽ കടവാടക അടയ്ക്കുന്ന കടയാണ്. 3 കടയും കൂടെ ഉള്ളതിന് ഒരു കടയുടെ സ്ഥലം പോലും ഇല്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് അല്ലെങ്കിൽ കോംപ്ലക്സിൽ സ്ഥലം തന്നാൽ പിന്നെ ഇരിക്കാം. കോംപ്ലക്സിലാണെങ്കിൽ എല്ലാ കച്ചവടക്കാർക്കും ഒത്തിരിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ മൊത്തം കച്ചവടക്കാർ കോംപ്ലക്സിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് കട കെട്ടിത്തന്നില്ല. ഞങ്ങൾ സ്ഥലം അളന്നിട്ട് ഞങ്ങൾ സ്വന്തമായിട്ടായാലും ഞങ്ങൾ കെട്ടിയിരുന്നോളാം. ഇവിടെ ഞങ്ങൾക്ക് അവിടെ ഒന്നിനുള്ള ഒരു സൗകര്യമില്ല. അവർ ഞങ്ങൾക്ക് അളന്ന് തന്നേക്കുന്ന വേറെ 75 സെൻറ്റിമീറ്റർ സ്ഥലമാണ്. എന്നിട്ട് ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ അടുത്തവർക്ക് 75 സെൻറ്റിമീറ്റർ അളന്നിട്ടത്. ഞങ്ങൾ ഈ 75 സെൻറ്റിമീറ്റർ കയറിയിരുന്ന എങ്ങനെ ഇരിക്കും? ഒരു യൂറോപ്യൻ ക്ലോസിറ്റ് വയ്ക്കുന്നതിൻ്റെ അത്ര പോലും സ്ഥലമില്ല. പിന്നെ ഞങ്ങൾ അതിനകത്ത് എങ്ങനെ സാധനം പറക്കി വയ്ക്കുന്നു? ഒരു മത്തി എടുത്ത് തട്ടിയിടാൻ സ്ഥലമില്ല. ഒരു മീനും തട്ടിയിടാനുള്ള സൗകര്യമില്ല അവിടെ. ഞങ്ങൾ പോയി കണ്ടത്, അവരളന്നിട്ട് അന്ന് ഞങ്ങൾ അന്നേരം പറഞ്ഞതാണ്. ഞങ്ങൾ മാറിയിരിക്കാനൊക്കെ ഞങ്ങൾക്ക് മനസ്സിൽ ഞങ്ങൾ മാറിയിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അവിടെ സ്ഥലമില്ല ഇരിക്കാൻ. കോംപ്ലക്സിനകത്ത് സ്ഥലം തന്നാൽ ഞങ്ങൾ ഇത് പണിയുന്നത് വരെ അവിടെ മാറിയിരുന്നോളാം. ഒരു കൊല്ലത്തിന് മുമ്പേ ഇവിടെ നിന്ന് മാറുന്നെന്നുള്ളൊരു റൂമറുണ്ടായിരുന്നു. പിന്നെ കിഫ്റ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് മാർക്കറ്റ് പുനർനിർമ്മാണം ചെയ്യണമെന്നുള്ളൊരു തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒരു 6-7 മാസത്തിന് മുമ്പ് നോട്ടീസ് തന്നതാണ്. അപ്പോൾ നോട്ടീസ് ഞങ്ങൾ കൈപ്പറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാറാനുള്ള ഒരുക്കങ്ങളൊക്കെ വന്നപ്പോഴാണ് പിന്നെ ഇലക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് അത് അങ്ങനെ അസ്തമിച്ചു. അപ്പോൾ മെനഞ്ഞാന്ന് ഇവിടെ ഒരു പേപ്പർ കൊണ്ടുവന്നു 5 ദിവസത്തിനകത്ത് മാറണമെന്നൊരു ഇത് വന്നു. അപ്പോൾ ഞങ്ങളത് പരിഗണിക്കപ്പെട്ടു. കാരണം ഒരു പുരോഗതിയല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ഒരു ഇറച്ചിക്കടയുടെ ബാക്ക് വശം ഒരു ഷെഡിലാണ്. അപ്പോൾ ഷെഡിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയതാണ്. കാരണം മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും ഷീറ്റിൻ്റെ മുകളിൽ കൂടി ഒഴുകി പോകത്തില്ല, അല്ല അതിൻ്റെ അകത്ത് വീഴത്തേ ഉള്ളൂ. അതുപോലെ ഒരു ഇടുക്കമുള്ള സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ കടകളിൽ കച്ചവടം ചെയ്യാതെ അത് മറ്റ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ഡബിൾ വാടകയ്ക്ക്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ ആൾക്കാരെ എല്ലാവരും കൂടി വളരെ ഐക്യത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ സഹകരിച്ച് പോകാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെരുപ്പ് കച്ചവടം, തുണിക്കച്ചവടം, അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്പേസ് അധികം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞങ്ങളൊക്കെ ഇച്ചിരി ഞെരുക്കിയിരുന്നാലും ഞങ്ങൾക്ക് ഒരാൾക്ക് ചീനിയോ അല്ലെങ്കിൽ 10 തേങ്ങയോ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിൽക്കാൻ പറ്റും. അവർ വലിയൊരു ബിസിനസ് മുടക്കി അവർക്ക് ഒരു ചെറിയൊരു സ്ഥലത്ത് പോയിരുന്നാൽ അത്രയും കസ്റ്റമർ അവിടെ വരത്തില്ല.
അപ്പോൾ ഈ കസ്റ്റമറെ വരുത്തുവാൻ വേണ്ടി നഗരസഭ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ബോർഡ് സ്ഥാപിക്കുക. ബോർഡ് സ്ഥാപിച്ച് നല്ലൊരു പരസ്യം കൊടുക്കുക. പുതിയതായിട്ട് പണിയുന്നതിന് മുമ്പ് ഒരു താൽക്കാലിക മാർക്കറ്റ് ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലെല്ലാവരും സഹകരിക്കുകയും കസ്റ്റമേഴ്സൊക്കെ അവിടെ വരികയും അതുപോലെ കച്ചവടക്കാർ, മത്സ്യ കച്ചവടക്കാരൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് മറ്റ് പച്ചക്കറി കച്ചവടക്കാരും എല്ലാം നല്ല രീതിയിൽ സഹകരിച്ചാൽ ജനങ്ങളെ ഒരു വിശ്വാസത്തിലെടുത്താൽ തീർച്ചയായിട്ടും ഈ പുറത്ത് നടക്കുന്ന കച്ചവടങ്ങൾക്കൊക്കെ ഉപരി നല്ല രീതിയിലൊരു ബിസിനസ് നടത്തിയെടുക്കാൻ മുൻകാലങ്ങളിൽ നമ്മുടെ കാരണവന്മാരൊക്കെ ചെയ്ത കൂട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് മടങ്ങി വരാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ തലങ്ങളിൽ അതിൻ്റെ അകത്ത് അനധികൃതമായിട്ട് ആരെയും കയറ്റിയിരുത്താതിരിക്കുക. രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഈഗോ എന്നുള്ള നിലയിൽ ആരെയും പരിഗണിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും രാഷ്ട്രീയക്കാരാണ്, എല്ലാവരും ജീവിക്കേണ്ടവരാണ്. അത്യാവശ്യം ജീവിക്കേണ്ടവർക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി ഞങ്ങൾ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷമായാലും ശരി ഭരണപക്ഷമായാലും പുരോഗതിക്ക് ഒരു കാരണത്തിനും മറ്റ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ സ്റ്റേറ്റുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പോലെ ഞങ്ങളും ഞങ്ങളുടെ നാട്ടിലെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. അതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഭരണ സമിതിയുടെ നേതൃത്വത്തിലും ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായും ഞങ്ങൾ കസ്റ്റമറെ വരുത്തത്തക്ക രീതിയിലുള്ള കച്ചവടം ഞങ്ങൾ കൊണ്ടുവരും. കേടായ മത്സ്യങ്ങളെയൊക്കെ വിൽക്കാതെയും അതുപോലെ നല്ല ഉൽപ്പന്നങ്ങൾ കൊണ്ടുവച്ച് ജനങ്ങളെ നല്ല രീതിയിൽ സഹകരിപ്പിച്ച് കൊണ്ടുവരാനുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനെല്ലാവരും സഹകരിച്ചാൽ നമ്മളും അതിനോട് സഹകരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏത് നിമിഷം മാറണമെന്ന് പറഞ്ഞാൽ ആ സമയം ഞങ്ങൾ മാറി ഞങ്ങൾക്കും കച്ചവടക്കാർക്കും സുഗമമായി അതുപോലെ വഴി യാത്രക്കാർക്കും കസ്റ്റമറിനുമൊക്കെ അവർക്ക് കാർ പാർക്ക് ചെയ്യാനും വാഹനം പാർക്ക് ചെയ്യാനുള്ളൊരു മുഖ്യ വിഷയമുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നഗരസഭ അതിനൊരു ഗൗരവമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ തീർച്ചയായും നമുക്ക് കൊട്ടാരക്കരയിൽ നല്ലൊരു മാർക്കറ്റ് രൂപപ്പെടുകയും അതുപോലെ പഴയ ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് പോകുന്ന മാർക്കറ്റിൽ നല്ലൊരു ബിസിനസ് ആയി കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് വരുന്ന പുതിയ മാർക്കറ്റിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും. അതാണ് നമ്മുടെ പൂർണ്ണ വിഷയം.